ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക ശാരികയോട് നീ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്നും അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് വിവാഹം നടത്താം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല എന്നും കുറേ കാലം കൂടി ഇങ്ങനെ പ്രണയിച്ച് നടന്ന് തോന്നുമ്പോൾ കല്യാണം കഴിക്കണമെന്നും എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കാണെന്നും അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്നെല്ലാം ശാരിക പറയുന്നത് കേട്ട് രാധികയും മാധവേട്ടനും ദേവികയെല്ലാം ആകെ തകർന്നു പോകുന്നുണ്ട്. പിന്നീട് മുരളിയും എല്ലാം നന്ദനോട് തുറന്ന് പറഞ്ഞതിൽ ശാരികയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് മുരളി അവൾ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ശാരികയും മുരളിയോട് ധിക്കാരത്തോടെയും തൻ്റെ ഇടത്തോടെയുമൊക്കെയാണ് സംസാരിക്കുന്നത്. ശാരികയുടെ മാറ്റം മുരളിയും വല്ലാതെ വിഷമിപ്പിക്കുന്നു. പിന്നീട് ശാരിക തൻ്റെ കാമുകനെ വിളിക്കുകയും ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു എന്നും കൃത്യനിഷ്ഠ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം രജനിക്ക് വേണ്ടിയിട്ട് മസാലദോശ വാങ്ങാൻ ഇറങ്ങിയ ഗിരീഷ് മാഷ് ശാരികയെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. സാരി ഉടുത്ത് നിൽക്കുന്ന ശാരികയെ കണ്ട് ശാരികയുടെ മാറ്റം കണ്ട് ഗിരീഷും വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ട്. തുടർന്ന് എന്താ ഇവിടെയെന്ന് ഗിരീഷ് മാഷ് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ഗിരീഷിനോട് കള്ളം പറയുകയാണ് ശാരിക ചെയ്യുന്നത്. ദേവികയാണെങ്കിൽ വീണ്ടും ശാരികയെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകളെല്ലാം മുരളിയോട് പറയുന്നുണ്ട്. ഒരു വിധത്തിൽ ശാരിക ഗിരീഷ് മാഷിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അതിനുശേഷമാണ് ശാരികയുടെ മനസ്സ് കീഴടക്കിയ ശാരികയുടെ ലവർ അവിടെ എത്തുന്നത്. അയാളോടൊപ്പം കാറിലൊക്കെ കയറുന്നുണ്ട് ശാരിക. ആദ്യം തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് അയാൾ ശാരികയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ശാരികയുടെ ലവർ വേറെ ആരുമല്ല, മിക്കവാറും കെവിൻ തന്നെയായിരിക്കും. ഇതിൻ്റെയും ബുദ്ധിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇസബെല്ല തന്നെയായിരിക്കും. ദേവിക തന്നെയാണ് അവിടെയും ഇസബെല്ലയുടെ ലക്ഷ്യം. ദേവിക ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരെയായിട്ട് കെണിയിൽപ്പെടുത്തുക, അതാണ് ഇപ്പോൾ ഇസബെല്ലയുടെ ക്രൂരവിനോദം. ഏതായാലും സാരിയിൽ ശാരിക അതിസുന്ദരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരികയെ അയാൾ വീണ്ടും വലയിൽ വീഴ്ത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഏട്ടൻ്റെ അഭിപ്രായമൊക്കെയാണ് എനിക്ക് പ്രധാനമെന്നും ശാരികയും പറയുന്നു. വീണ്ടും അയാൾ ശാരികയുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്ന രീതിയിലെല്ലാം അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലാതെ തന്നെ അങ്ങ് വീണ് പോവുകയാണ് ശാരിക. അങ്ങനെ അവർ അവിടെ നിന്നും ഒരുമിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഒരു കോഫി ഷോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു പക്ഷേ ദേവികയാണെങ്കിൽ കെവിനോടൊപ്പം ശാരിക പോകുന്നതൊക്കെ കാണാനും സാധ്യതയുണ്ട്. അതോടുകൂടി തന്നെ ശാരികയുടെ കാമുകൻ ആരാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം ദേവിക തിരിച്ചറിയുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഫയലുമായിട്ട് ചന്ദ്രോത്ത് എത്തുന്നു. ഇതേ സമയം സിദ്ധു വന്നിട്ട് ദേവിക സൂക്ഷിച്ചിരുന്ന പാർപ്പിട പദ്ധതിയുടെ ആ പ്രധാനപ്പെട്ട ഫയൽ കാണുന്നില്ല എന്നും അതും നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണത് കാണാതായിട്ടുള്ളത്. ആ മുറി ദേവികയെ കൂടാതെ നീ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഫയലിൻ്റെ പേരിൽ മോളുടെ MLA സ്ഥാനം വരെ പോയേക്കാം. ആ ഫയൽ കാണാതായതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സിദ്ധു തുറന്നു ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, എനിക്കൊരു പങ്കും ഇല്ല എന്ന് കള്ളം പറയുന്നുണ്ട് നന്ദൻ. ഞാനിത് നിന്നോട് ചോദിക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ 2 പേരുടെയും നിർബന്ധപ്രകാരമാണ് ദേവിക പ്ലാന്റേഷന് അനുമതി കൊടുത്തത്. അപ്പോൾ ഫയൽ കാണാതായതിൻ്റെ പിന്നിലും നിങ്ങളാണെന്ന് എനിക്ക് സംശയിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇല്ല സിദ്ധു, ഞങ്ങൾക്ക് ഒരു പങ്കും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് പ്രഭയും. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ 2 പേർക്കും എന്തെങ്കിലും പങ്കുണ്ടെന്ന് പിന്നീട് ഞാൻ അറിയാൻ ഇടയായാൽ പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാവില്ല എന്ന് ശക്തമായിട്ടുള്ള ഒരു താക്കീത് സിദ്ധു നൽകുന്നുണ്ട്. ഒരു പാവം പെൺകുട്ടിയെ ചതിക്കാൻ നോക്കിയ നിങ്ങളെ 2 പേരെയും ഞാൻ വെറുതെ വിടില്ല എന്നും സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രഭയും നന്ദനും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം സിദ്ധുവിന് മനസ്സിൽ ആരോടെങ്കിലും പക തോന്നിക്കഴിഞ്ഞാൽ, ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അതൊരിക്കലും വെറുതെ ആവില്ല എന്നുള്ളൊരു പേടി നന്ദനും പ്രഭയ്ക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സിദ്ധുവിൻ്റെ ആ വാക്കുകൾക്ക് മുൻപിൽ വല്ലാതെ തന്നെ പേടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രജനി ചന്ദ്രോത്ത് എത്തുന്നു. വീണ്ടും ദേവിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് രജനി സംസാരിക്കുന്നത്. നന്ദനും പ്രഭയ്ക്കും ഒക്കെ സപ്പോർട്ടായിട്ട് തന്നെ സംസാരിക്കുന്നു. അപ്പോൾ രജനി ഇങ്ങനെ ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും സിദ്ധുവിന് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ദേവികയെ പ്രഭയും നന്ദനും ചേർന്ന് ചതിയിൽപ്പെടുത്തുകയാണ്. അവർ നിർബന്ധിച്ചിട്ടാണ് പ്ലാന്റേഷന് അനുമതി കൊടുത്തത് എന്നുള്ള കാര്യം സിദ്ധുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് വേണ്ടി സംസാരിച്ച് രജനിയുടെ വായടപ്പിക്കുന്നുണ്ട് സിദ്ധു. ഏതായാലും നന്ദു ചന്ദ്രോത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഫയൽ ദേവിക തന്നെ ഒടുവിൽ കണ്ടെടുക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ നന്ദൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അവിടെ വെളിച്ചത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്